സഹകരണ ബാങ്കുകളെ വിശ്വസിച്ച് ഇനി പൈസ ഇടാം? തീർച്ചയായിട്ടും പറയണം. സത്യത്തില് സഹകരണ മേഖലയുടെ പ്രതിസന്ധിക്ക് ഒരു പരിധിവരെ കാരണം കേരള ബാങ്കാണ് എന്ന് പറയാൻ ഒരു ബുദ്ധിമുട്ടുണ്ട്. ഡെപ്പോസിറ്റ് ഗ്യാരണ്ടി ഫണ്ട് ബോർഡ് എന്ന് പറഞ്ഞൊരു ബോർഡുണ്ട്. ആ ബോർഡില് ഏതാണ്ട് 10-700 കോടി രൂപ അടപ്പുണ്ട്. ആ പണം എടുത്ത് ഈ കരുവന്നൂരിൽ ആദ്യം കൊടുത്തിരുന്നു. അവിടെ ഒരു പ്രതിസന്ധി ഉണ്ടാവില്ല. ഇപ്പൊ ബോബി ചെമ്മന്നൂരായാലും മുത്തൂറ്റായാലും അവരുടെ നിധി ഇതായാലും അവരൊക്കെ 11, 12, 13% പലിശയാണ് കൊടുക്കുന്നത്. ഇത് എവിടെ നിന്നാണ് കൊടുക്കുന്നത്? അപ്പൊ കൂടുതൽ പലിശ നിങ്ങൾ എവിടെ കൊടുക്കുമെന്ന് പറഞ്ഞോ, അവിടെ നിങ്ങൾക്ക് പലിശ മാത്രമേ കിട്ടൂ, മുതല് കിട്ടില്ല. കേരളത്തിന്റെ സാമൂഹിക സാമ്പത്തിക രംഗങ്ങളിൽ സഹകരണ മേഖല വഹിച്ചിട്ടുള്ള പങ്ക് വളരെ വലുതാണ്. ഇപ്പോൾ സമാനതകളില്ലാത്ത ചെറിയ പ്രതിസന്ധിയിലൂടെ സഹകരണ മേഖല കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാനായി സംസ്ഥാന സഹകരണ ബാങ്കിന്റെ മുൻ ഡയറക്ടറും ജില്ലാ സഹകരണ ബാങ്കിന്റെ മുൻ വൈസ് പ്രസിഡന്റും 25 വർഷക്കാലം ഒരു സർവീസ് സഹകരണ ബാങ്കിന്റെ പ്രസിഡന്റുമായിരുന്ന, നിലവിൽ സഹകരണ ഫെഡറേഷന്റെ ചെയർമാനുമായ ശ്രീ MP സാജു നമ്മളോടൊപ്പം ചേരുകയാണ്. നമസ്കാരം ശ്രീ MP സാജു. കേരളത്തിന്റെ ഈ എക്കണോമികപരമായിട്ടുള്ള കാര്യങ്ങളിൽ വലിയ പങ്ക് വഹിച്ച സഹകരണ മേഖല ഇന്ന് പതിവിൽ നിന്നും വ്യത്യസ്തമായി വലിയ രീതിയിലുള്ള പ്രതിസന്ധികളോടെ നേരിട്ടുകൊണ്ടിരിക്കുകയാണല്ലോ. കേരളത്തിലെ സഹകരണ മേഖലയെ സംബന്ധിച്ച് ജനങ്ങളുടെ ദൈനംദിന കാര്യങ്ങളിൽ ഇടപെട്ടിരുന്ന ഒരു പ്രസ്ഥാനമാണ് കേരളത്തിലെ സഹകരണ മേഖല. ഏതാണ്ട് 2 ലക്ഷം കോടി രൂപ വരെ ഡെപ്പോസിറ്റ് ഇന്ന് കേരളത്തിലെ സഹകരണ മേഖലയിലുണ്ട്. ആ പണം മറ്റുള്ള നാഷണലൈസ്ഡ് ബാങ്കുകളെ പോലെയല്ല. ഇപ്പോൾ ഉദാഹരണത്തിന് പേരൂർക്കട സർവീസ് ബാങ്ക് അല്ലെങ്കിൽ ട്രിവാൻഡ്രം സർവീസ് ബാങ്ക്, ആ ബാങ്കിൽ വരുന്ന നിക്ഷേപം അത് 100 കോടിയാണെങ്കിലും 200 കോടിയാണെങ്കിലും ആ പേരൂർക്കട സർവീസ് ബാങ്കിന്റെ പ്രവർത്തന പരിധിയുണ്ട്. അത് ചിലപ്പോൾ 2 പഞ്ചായത്തും 10 വാർഡുമായിരിക്കാം. ആ സ്ഥലത്ത് തന്നെ ഈ പണം തിരികെ ലോണായി കൊടുക്കണം എന്നാണ്. അത് അതിന് പുറത്തേക്ക് അത് ലോണായി കൊടുക്കാൻ അവർക്ക് അധികാരമില്ല. അപ്പൊ ചുരുക്കം പറഞ്ഞാൽ, ഒരു പഞ്ചായത്തിലെ നാട്ടുകാർ ആ പഞ്ചായത്തിലെ ഒരു സർവീസ് ബാങ്കിൽ ഇടുന്ന നിക്ഷേപം ആ പഞ്ചായത്തിലുള്ള ആളുകൾക്ക് തന്നെ ലോണായി ലഭിക്കും. നേരെ മറിച്ച് നിങ്ങൾ നാഷണലൈസ്ഡ് ബാങ്കുകളിൽ ആണ് ആ നിക്ഷേപം നടത്തുന്നതെങ്കിൽ അവിടെ കോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപം വരും. ഒരു സാധാരണക്കാരൻ ചെന്നാൽ അവരുടെ പാൻ കാർഡുണ്ടോ, ആധാർ കാർഡുണ്ടോ, അവരുടെ ക്രെഡിറ്റ് സ്കോർ എത്രയാണ്, ഇതെല്ലാം പരിശോധിച്ചിട്ട് അവർക്കൊന്നും ലോൺ കൊടുക്കാറില്ല. ഇതെല്ലാം നോർത്ത് ഇന്ത്യയിലുള്ള പല മാർവാടികൾക്കും, നമുക്കറിയാം കിങ്ഫിഷറിന്റെ കാര്യം, അത്തരത്തിലുള്ള കമ്പനികൾക്ക് 1000 കോടി 10,000 കോടി രൂപയാണ് ഈ നാഷണലൈസ്ഡ് ബാങ്കുകൾ ഒറ്റയടിക്ക് കൊണ്ടുകൊടുത്ത് അത് നഷ്ടത്തിലാക്കും. കേരളത്തിലെ സഹകരണ പ്രസ്ഥാനം കുറച്ച് നഷ്ടത്തിലാവുന്നെങ്കിൽ പോലും അത് ലക്ഷക്കണക്കിനായിട്ടുള്ള പാവപ്പെട്ട ആളുകളെ, കർഷകരെ സഹായിച്ചതിന്റെ പേരിലാണ് കേരളത്തിലെ സഹകരണ മേഖലയ്ക്ക് ചെറിയ നഷ്ടം. ഒരു ഉദാഹരണത്തിന്, ഒരാൾ പെട്ടെന്ന് ഓടി വരുന്നു, അടുത്ത മാസം 20-ാം തീയതി എന്റെ മകളുടെ കല്യാണമാണ്, എനിക്ക് ഈ വസ്തു വിറ്റാലേ എനിക്ക് തിരിച്ചടയ്ക്കാൻ പറ്റും. അത് ബാങ്കുകാർക്കും അറിയാം, അയാൾക്കും അറിയാം. വസ്തു പെട്ടെന്ന് 1 മാസത്തിനകത്ത് വിറ്റ് പോകില്ല. അപ്പൊ അവിടെ സഹായിക്കാൻ ആ സഹകരണ ബാങ്കിന് സാധിക്കുന്നു എന്നുള്ളതാണ്. ഈ സഹകരണ ബാങ്ക് ജനങ്ങൾക്ക് എത്രത്തോളം ഉപകാരം ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ ഇതാണ് ആദ്യം പറയാം. അതെ, ആവശ്യക്കാരന് ഓടിച്ചെന്നാൽ അവന് പെട്ടെന്നൊരു സഹായം കിട്ടുന്നത് സഹകരണ മേഖലയിൽ നിന്നാണ്. ആ സഹകരണ മേഖലയ്ക്ക് അവരുടെ പ്രവർത്തന പരിധി വിട്ട് ഈ പണം ഒരിടത്തേക്കും കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല. അവിടെയാണ് സഹകരണ ബാങ്ക് മേഖലയുടെ പ്രസക്തി എന്ന് പറയുന്നത്. അതെ. പിന്നെ സഹകരണ മേഖലയുടെ ഇപ്പോഴത്തെ സാഹചര്യം ചോദിച്ചാൽ, സഹകരണ മേഖല, ഞാനൊക്കെ സംസ്ഥാന സഹകരണ ബാങ്കിന്റെ ഡയറക്ടറായിരുന്നു, ജില്ലാ ബാങ്കിന്റെ വൈസ് പ്രസിഡന്റായിരുന്നു, പരിയാരം മെഡിക്കൽ കോളേജിന്റെ ഡയറക്ടറായിരുന്നു. അപ്പോൾ MVR കേരളത്തിന്റെ സഹകരണ മന്ത്രിയായി വരുന്ന ആദ്യത്തെ സമയം 1990 ആ കാലഘട്ടം, 90 കഴിഞ്ഞപ്പോഴാണ് MVR കേരളത്തിന്റെ സഹകരണ മേഖലയിൽ ആദ്യമായി
ഇതായി വരും. വരുന്നു. അന്ന് സഹകരണ മേഖലയ്ക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ടായി. ജില്ലാ സഹകരണ ബാങ്കിന് പബ്ലിക്കിന്റെ നിന്ന് ഡയറക്റ്റായി ഡെപ്പോസിറ്റ് വാങ്ങാനോ അല്ലെങ്കിൽ ലോൺ കൊടുക്കാനോ എന്ന അധികാരമില്ല. ഏറ്റവും ഒരു ഒരു ആളുകൾക്ക് പ്രയോജനകരമായ ഒരു ബില്ല് കൊണ്ടുവന്നാണ് ജില്ലാ സഹകരണ ബാങ്കിനെ സത്യത്തിൽ ജനങ്ങളുമായി ബന്ധമുള്ള ഒരു സ്ഥാപനമാക്കി മാറ്റിയത്. അതുപോലെ തന്നെ അന്ന് സഹകരണ വകുപ്പ് എന്ന് പറഞ്ഞാൽ പോലും ഒരു ഉപവകുപ്പായി, ഒരു പ്രധാനപ്പെട്ട വകുപ്പായിട്ട് ആർക്കും കൊടുത്തിരുന്നതല്ല. MBRന്റെ അന്ന് പ്രധാന വകുപ്പ് തുറമുഖ വകുപ്പായിരുന്നു. തുറമുഖ വകുപ്പിനോടൊപ്പം കൊടുത്തൊരു വകുപ്പാണ് അന്ന് സഹകരണ വകുപ്പ്. അന്ന് സഹകരണ മേഖലയിൽ ഒന്നുമില്ല. പിന്നെ ആകെ കുറച്ച് ജില്ലാ സഹകരണ ബാങ്കുകളും സർവീസ് സഹകരണ ബാങ്കുകളും അടങ്ങുന്ന ഒരു ആളുകൾ ശ്രദ്ധിക്കാത്തൊരു. പക്ഷെ MBR 10 കൊല്ലം സഹകരണ മന്ത്രിയായി പടിയിറങ്ങുമ്പോൾ സഹകരണ മേഖലയിൽ ക്യാപ്പ് എന്ന് പറഞ്ഞ കോപ്പറേറ്റീവ് അക്കാഡമി ഫോർ പ്രൊഫഷണൽ എഡ്യൂക്കേഷന്റെ പേരിൽ 16 എഞ്ചിനീയറിംഗ് കോളേജ്, കൊച്ചിയിൽ മെഡിക്കൽ കോളേജ്, പരിയാരം മെഡിക്കൽ കോളേജ്, അതുപോലെ തന്നെ കോപ്പറേറ്റീവ് മേഖലയിലെ ജീവനക്കാർക്ക് പെൻഷൻ ലഭിക്കാൻ, അവർക്ക് 2000 വരെ അവർക്ക് പെൻഷൻ എന്ന് പറയുന്ന അത് അവരുടെ ഒരു സ്വപ്നം മാത്രമാണ്. അവർക്ക് പെൻഷൻ ലഭിക്കുന്നതിന് വേണ്ടി കോപ്പറേറ്റീവ് പെൻഷൻ ബോർഡ്, അവരുടെ ജീവനക്കാരുടെ വെൽഫെയർ, അവരുടെ ക്ഷേമം, മറ്റു കാര്യങ്ങൾ അത് നോക്കുന്നതിന് വേണ്ടി വെൽഫെയർ ബോർഡ്, കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് ബോർഡ്, റിസ്ക് ഫണ്ട് ബോർഡ്, അങ്ങനെ തുടങ്ങി നിരവധി ബോർഡുകൾ രൂപീകരിച്ചുകൊണ്ട് കോപ്പറേറ്റീവ് സെക്ടറിനെ ഒരു വലിയ പ്രസ്ഥാനമാക്കി ഈ കേരളത്തിൽ മാറ്റുവാൻ അന്ന് കഴിഞ്ഞിട്ടുണ്ട്. അതായിരുന്നു സഹകരണ മേഖലയിലെ ഏറ്റവും സുവർണ കാലം എന്ന് പറയാൻ പറ്റിയത്. ഇപ്പോൾ സഹകരണ മേഖലയിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ പെട്ടെന്നൊരു പ്രതിസന്ധിയിലേക്ക് എത്തിയത്? അത് ഒരുപക്ഷെ കേരള ബാങ്കിന്റെ രൂപീകരണം എല്ലാം അതിന് ഭാഗമായിട്ടുണ്ടോ? അതൊരു പ്രസക്തമായൊരു ചോദ്യമാണ്. സത്യത്തില് സഹകരണ മേഖലയുടെ പ്രതിസന്ധിക്ക് ഒരു പരിധിവരെ കാരണം കേരള ബാങ്കാണ് എന്ന് പറയാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. കാരണം ജില്ലാ സഹകരണ ബാങ്കുകൾ ഉണ്ടായിരുന്നപ്പോൾ സർവീസ് മേഖലയെ അല്ലെങ്കിൽ സഹകരണ മേഖലയെ സഹായിക്കാൻ, ഇപ്പോൾ ഒരു സർവീസ് ബാങ്കിന് പെട്ടെന്നൊരു ആവശ്യം വന്നാൽ, പെട്ടെന്നൊരു ബുദ്ധിമുട്ട് വന്നാൽ, അതിൽ ഏറ്റവും വലിയൊരു ഉദാഹരണം ഞാൻ പറയാം. ഞാൻ ജില്ലാ ബാങ്കിന്റെ വൈസ് പ്രസിഡന്റ് ആയിരുന്നപ്പോൾ മുരുക്കുമ്പുഴ സർവീസ് സഹകരണ ബാങ്കിൽ അന്ന് ഡെപ്പോസിറ്റുകാർക്ക് പണം കൊടുക്കാൻ നിവൃത്തിയില്ലാതെ ഒരു വലിയ പ്രതിസന്ധി നേരിട്ടു. അന്ന് സഹകരണ വകുപ്പ് മന്ത്രിയായിരുന്ന ശ്രീ MV രാഘവൻ നമ്മുടെ ജില്ലാ സഹകരണ ബാങ്കിന്റെ ബോർഡിനെ മന്ത്രി ഓഫീസിൽ വിളിച്ചു വരുത്തിയിട്ട് ആദ്യം പറഞ്ഞത് അവിടെയുള്ള ഡെപ്പോസിറ്റർമാരുടെ പ്രശ്നം പരിഹരിക്കണം. ആദ്യം ഒരാൾക്കും ഡെപ്പോസിറ്റ് തിരികെ കിട്ടാത്ത ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകരുത്. ജില്ലാ ബാങ്ക് അപ്പൊ തന്നെ നമ്മുടെ ഒരു എക്സിക്യൂട്ടീവ് ഓഫീസറെ അവിടെ വിട്ടു, അവിടുത്തെ സെക്രട്ടറിയുടെ ചുമതല ഏറ്റെടുത്തു, അവിടുത്തെ ലോണ് കളക്ട് ചെയ്യാനുള്ള ഉത്തരവാദിത്വവും അതുപോലെ തന്നെ ഡെപ്പോസിറ്റുകാർക്ക് ഡെപ്പോസിറ്റ് കൊടുത്തു തീർക്കാനുള്ള, അന്ന് വിജയദാസ് സാറായിരുന്നു ജില്ലാ ബാങ്കിന്റെ പ്രസിഡന്റ്. അപ്പോ ആ ലോണ് കളക്ട് ചെയ്തെടുക്കാനും ഡെപ്പോസിറ്റ് ഇട്ട മുഴുവൻ ആളുകൾക്കും ഡെപ്പോസിറ്റ് കൊടുക്കാനും അന്ന് ജില്ലാ ബാങ്കിന് സാധിച്ചു എന്നുള്ളത്. ഇന്ന് ആ സ്ഥാനത്ത് കേരള ബാങ്കിന് സാധിക്കുന്നില്ല. അങ്ങനെ കേരള ബാങ്കിന് സാധിച്ചിരുന്നുവെങ്കിൽ ഈ കരുവന്നൂര് പ്രശ്നം തുടങ്ങിയപ്പോൾ തന്നെ അവിടെ ഇടപെട്ടുകൊണ്ട് മുഴുവൻ ഡെപ്പോസിറ്റർമാർക്കും പണം തിരികെ കൊടുക്കാൻ, കാരണം ഡെപ്പോസിറ്റർമാർ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഭരണസമിതി ചെയ്ത തെറ്റ് ഡെപ്പോസിറ്ററുടെ ഉത്തരവാദിത്വമല്ല. അപ്പോ മുഴുവൻ ഡെപ്പോസിറ്റർമാർക്കും പണം തിരികെ കൊടുക്കുവാൻ ജില്ലാ ബാങ്ക് ഉണ്ടായിരുന്നുവെങ്കിൽ ഇപ്പോഴും സാധിക്കുമായിരുന്നു എന്നുള്ളതാണ് എന്റെ വിശ്വാസം. പക്ഷെ കേരള ബാങ്ക് രൂപീകരിച്ച് RBIയുടെ കീഴിൽ കൊണ്ട് വെച്ചു കൊടുത്തില്ലേ? അതാണ് കക്ഷത്തിലേക്ക് തലകൊണ്ട് വെച്ചു കൊടുക്കുന്ന അവസ്ഥയല്ലേ? ജനങ്ങൾക്ക് പ്രയോജനകരമായിരുന്ന 14 ജില്ലാ ബാങ്കുകളെ ഒരു നാഷണലൈസ്ഡ് ബാങ്കിന് തുല്യമായ കേരള ബാങ്കിലേക്ക് ലയിപ്പിച്ചുകൊണ്ട് അത് RBIയുടെ കയ്യിലേക്ക് കൊടുത്തു എന്ന് പറയുന്നത് തന്നെയാണ് അക്ഷരാർത്ഥത്തിൽ ശരി. പക്ഷെ അതുകൊണ്ട് സഹകരണ മേഖലയ്ക്ക് വലിയ ദോഷമാണ് ഉണ്ടായത്. ജനങ്ങളെ സഹായിക്കാൻ പറ്റുന്നില്ല എന്ന് മാത്രമല്ല, കേരള ബാങ്ക് അതിന്റെ ഒരു പ്രതിസന്ധിയുടെ ഭാഗമായി കേരള ബാങ്ക് മാറുകയാണ്. അതെ, കേരള ബാങ്കിൽ മുമ്പൊക്കെ ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ
ആദ്യം 25,000-30,000 കോടി രൂപ നിക്ഷേപം ഉണ്ടായിരുന്നപ്പോ വെറും 2,000 കോടി രൂപയ്ക്കകത്താണ് ഇൻഡിവിജ്വലിന്റെ നിക്ഷേപം. ബാക്കി മുഴുവൻ ജില്ലാ ബാങ്കുകളുടെ നിക്ഷേപമായിരുന്നു. ജില്ലാ ബാങ്കുകളുടെ നിക്ഷേപം എന്ന് പറഞ്ഞാൽ അത് സർവീസ് മേഖലയുടെ നിക്ഷേപമാണ്. സർവീസ് മേഖലയിൽ വരുന്ന അധിക പണം അവർ ജില്ലാ ബാങ്കിൽ നിക്ഷേപിക്കുന്നു. ആ പണമാണ് കേരള ബാങ്കിലേക്ക് പോകുന്നത്. ഇപ്പോ സർവീസ് മേഖലയിൽ പ്രതിസന്ധി നേരിട്ടപ്പോ അവിടെ ആ പ്രതിസന്ധി കേരള ബാങ്കിനെയും ബാധിച്ചു. അത് ഗവൺമെന്റ് പറയില്ല എങ്കിൽ പോലും, കേരള ബാങ്കുകാർ പറയില്ല എങ്കിൽ പോലും, ചരിത്രത്തിലാദ്യമായി കേരള ബാങ്കിന്റെ നിക്ഷേപം 74,000 കോടി രൂപയിൽ നിന്ന് 66,000 കോടി രൂപയിലേക്ക് താഴ്ന്നു എന്ന് പറഞ്ഞാൽ ഒരു വർഷം കൊണ്ട്, ഒറ്റ വർഷം, ഒരു സാമ്പത്തിക വർഷം കൊണ്ട്. നമ്മൾ എല്ലാ ഡെപ്പോസിറ്റ് മൊബിലൈസേഷൻ കഴിയുമ്പോഴും നമ്മൾ പറയുന്നത് 10,000 കോടി വർദ്ധിച്ചു, 20,000 കോടി രൂപ വർദ്ധിച്ചു എന്നാണ്. എന്നാൽ കേരളത്തിൽ ഞാന് സഹകരണ മേഖലയിൽ പ്രവർത്തിച്ച അത് മുതലെന്ന് മാത്രമല്ല, കേരള ബാങ്ക് കേരളത്തിലെ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് രൂപീകരിച്ചത് മുതൽ, ജില്ലാ സഹകരണ ബാങ്കുകൾ രൂപീകരിച്ചത് മുതൽ, കേരളത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധി കാലമായ നോട്ട് നിരോധനം ഉണ്ടായപ്പോൾ വരെ കേരള ബാങ്കിന്റെ നിക്ഷേപം ഓരോ വർഷം കഴിയും തോറും 2,000-3,000 കോടി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സ്ഥാനത്താണ് ഒറ്റ വർഷം കൊണ്ട് 8,000 കോടി രൂപയുടെ കുറവ് കേരള ബാങ്കിലുണ്ടായത്. ഇപ്പോഴും അവിടെ ഡെപ്പോസിറ്റ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഡെപ്പോസിറ്റ് കുറയുന്നതിന്റെ കാരണം പണ്ട് സർവീസ് മേഖലയിൽ അധികമായി വന്ന ഫണ്ട് കേരള ബാങ്കിൽ കൊണ്ടിട്ടോണ്ടിരുന്നു. ഇന്ന് സർവീസ് ബാങ്കിൽ അധികമായി ഫണ്ടില്ല. സർവീസ് ബാങ്കുകാർ ഫണ്ട് വിഡ്രോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അധികമായ ഫണ്ട് ഇന്ന് സർവീസ് മേഖലയിൽ ഇല്ല. അപ്പൊ ആ വിഡ്രോവൽ വരുമ്പോൾ അത് കേരള ബാങ്കിനെയും ബാധിക്കും. പക്ഷേ ഇക്കഴിഞ്ഞ ഗവർണറുടെ നയപ്രഖ്യാപനത്തിൽ പറഞ്ഞു സഹകരണ മേഖല വലിയ മുന്നേറ്റമാണ് നടത്തുന്നതാണ് ഈ നയപ്രഖ്യാപനത്തിൽ പറഞ്ഞു. അതിനെ കളിയാക്കിക്കൊണ്ട് പ്രതിപക്ഷം മുന്നോട്ട് വരികയും ചെയ്തു. എന്താണ് സർക്കാർ പുറമെ പ്രതിസന്ധി ഉണ്ടെന്ന് പറയുകയും എന്നാൽ നയപ്രഖ്യാപനത്തിൽ പ്രതിസന്ധിയിലാകണം, മുന്നേറ്റത്തിലാകണമെന്ന് പറയുന്നത് ഇരട്ടത്താപ്പല്ലേ? അല്ല, മുന്നേറ്റമുണ്ട് എന്ന് പറയുന്നതിൽ തെറ്റൊന്നുമില്ല. അത് പറഞ്ഞുകൊണ്ട് ജനങ്ങളുടെ ഒരു വിശ്വാസം ആർജിക്കാൻ ശ്രമിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. അത് പക്ഷെ ഗവൺമെന്റ് അറിഞ്ഞു വെച്ചുകൊണ്ടായിരിക്കണം അത് പറയേണ്ടത്. ഗവൺമെന്റിനെങ്കിലും അങ്ങനെ ഒരു ധാരണ വേണം, ഇതിവിടെ മുന്നേറ്റമില്ല, പിന്നോക്കം പൊയ്ക്കൊണ്ടിരിക്കുക എന്ന് അറിഞ്ഞു വെച്ചിട്ട് ഇത് പറഞ്ഞ് ജനങ്ങളുടെ ഒരു വിശ്വാസം ആർജിക്കാൻ ശ്രമിച്ചാൽ അതിൽ തെറ്റില്ല. പക്ഷെ ഗവൺമെന്റ് പോലും അവിടെ തെറ്റിദ്ധരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ സംശയം. അവർക്ക് പോലും അതിനെക്കുറിച്ച് ഒരു ധാരണ ഇല്ലെങ്കിൽ ഇത് പിന്നോക്കം പൊയ്ക്കൊണ്ടിരിക്കുകയുള്ളൂ. കാരണം ഇവിടെ പിന്നോക്കമാണ് എന്നറിഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇതെല്ലാം സംരക്ഷിക്കും, ഇവിടെ ഒരു പ്രതിസന്ധിയുമില്ല എന്ന് ജനങ്ങളോട് പറയാം. ജനങ്ങളുടെ വിശ്വാസം ആർജിച്ചെടുക്കാനായിട്ട് ഒരു നടപടികൾ കാണുന്നില്ലല്ലോ സർക്കാരിന്റെ. ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അതിൽ ഏറ്റവും വലിയത് തുടക്കത്തിൽ കരുവന്നൂരിൽ തന്നെ തുടങ്ങാം. കരുവന്നൂരിൽ അവിടെ പാവങ്ങൾ അവിടെ പെൻഷൻ വാങ്ങിക്കൊണ്ടിട്ട പണം അവരെന്ത് പഴിച്ചു? 1 ലക്ഷം ആണെങ്കിലും 2 ലക്ഷം ആണെങ്കിലും 5 ലക്ഷം ആണെങ്കിലും 10 ലക്ഷം ആണെങ്കിലും 5 കോടിയാണെങ്കിലും പാവപ്പെട്ട ആളുകള് അവര് നിക്ഷേപം ഒരു സഹകരണ ബാങ്കിൽ ഇടുക എന്ന് പറഞ്ഞാൽ സർക്കാരിനെ വിശ്വസിച്ചിടുന്നതാണ്. അത് തിരികെ കൊടുക്കാനുള്ള ബാധ്യത സർക്കാരിനുണ്ട്. ഈ കേരളത്തില് നമ്മുടെ ഡെപ്പോസിറ്റ് ഗ്യാരണ്ടി ഫണ്ട് ബോർഡ് എന്ന് പറഞ്ഞൊരു ബോർഡുണ്ട്. ആ ബോർഡില് ഏതാണ്ട് 10-700 കോടി രൂപ അടപ്പുണ്ട്. ഇന്ന് വരെ ആർക്കും കൊടുക്കാതെ, ആരെയും സഹായിക്കാതെ. ആ പണം എടുത്ത് അതിന്റെ ഒരു 1/3 അല്ലെങ്കിൽ അതിന്റെ ഒരു 10 ഈ കരുവന്നൂരിൽ ആദ്യം കൊടുത്തിരുന്നുവെങ്കിൽ അവിടെ ഒരു പ്രതിസന്ധി ഉണ്ടാവില്ല. ഡെപ്പോസിറ്റ് എടുക്കാൻ വരുന്ന ഒരാൾക്ക് അവിടെ നിന്ന് പണം ലഭിച്ചാൽ പിന്നെ പിറ്റേ ദിവസം ഒരാൾ വിഡ്രോ ചെയ്യാൻ വരില്ല. ഡെപ്പോസിറ്റ് ഇന്ന് ഞാൻ നിങ്ങളുടെ ബാങ്കിൽ ഇട്ട പണം ഞാൻ വന്ന് ചോദിക്കുമ്പോ ഇന്നില്ല നാളെ തരാം എന്ന് പറഞ്ഞാൽ നാളെ ഞാൻ വന്നത് പൂർണ്ണമായിട്ട് എടുക്കും എന്ന് മാത്രമല്ല, ഞാൻ 10 പേരെടുത്ത് പറയുകയും ചെയ്യാം അവിടെ ചെന്ന് പണം എടുക്കണം, അവിടെ വലിയ പ്രതിസന്ധിയിലാണ് എന്ന് പറയും. ആ കരുവന്നൂരിൽ നിന്ന് തുടങ്ങി കണ്ടലയിൽ എന്താ സംഭവിച്ചത്? കണ്ടലയിൽ ക്രമക്കേട് നടന്നതാണോ ഇല്ലെന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ അവിടെ ഒരു പ്രതിസന്ധി വന്നപ്പോ, അവിടെ ഡെപ്പോസിറ്റർമാർക്ക് പണം കൊടുക്കാനില്ലാത്ത ഒരു സാഹചര്യം വന്നപ്പോ കേരള ബാങ്ക് ആദ്യം ചെയ്തത് കണ്ടലയുടെ ഓടി മരവിപ്പിക്കുകയാണ്. ആ ഓടി വർദ്ധിപ്പിച്ചു കൊടുത്തവരെ സഹായിക്കുന്നതിന് പകരം ആ ഓടി മരവിപ്പിക്കുകയാണ് ചെയ്തത്.
മനഃപൂർവ്വം സർക്കാർ ഈ സഹകരണ മേഖല തുലയ്ക്കുന്ന രീതിയിലുള്ള ഒരു ഇതാണ്. കേന്ദ്ര സഹകരണ വകുപ്പ് മന്ത്രി അമിത്ഷാ പറഞ്ഞു കേരളത്തില് ജില്ലാ ബാങ്കുകളിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരണമെന്ന് പറഞ്ഞു. പക്ഷേ സംസ്ഥാന സർക്കാരിൽ ആരോപിക്കുന്നു കേന്ദ്രം സഹകരണ മേഖല തകർക്കാൻ കേന്ദ്രത്തിന്റെ നയങ്ങൾ കൊണ്ടാണ് തകരുന്നതാണ് സംസ്ഥാന സർക്കാരിന്റെ ആരോപണം. ഇതിൽ എത്രത്തോളം ഉണ്ട്? കേന്ദ്രം തകർക്കാനാണോ ശ്രമിക്കുന്നത്, അത് കേന്ദ്രം സഹായിക്കാനാണോ ശ്രമിക്കുന്നത്? അത് ഇന്ത്യ ഒട്ടുക്ക് ടു ടയർ സംവിധാനം. അത് കേന്ദ്രം ഉദ്ദേശിക്കുന്നത് ടു ടയർ എന്ന് പറഞ്ഞാൽ സർവീസ് ബാങ്കുകളും അതിനു മുകളിൽ ജില്ലാ ബാങ്കുകളും. ഈ കേരള ബാങ്ക് എന്ന് പറയുന്ന സങ്കല്പമേ വേണ്ട എന്നുള്ള പല സ്റ്റേറ്റുകളിലും അത്തരത്തിൽ ടു ടയർ ആണ്. ഡിസ്ട്രിക്ട് സെൻട്രൽ ബാങ്ക് എന്നാണ് പറയുന്നത്. ജില്ലാ ബാങ്കുകളാണ് അവിടെ സെൻട്രൽ ബാങ്കായി പ്രവർത്തിക്കുന്നത്. ആ ടു ടയർ സംവിധാനം വരുമ്പോൾ RBI കൊടുക്കുന്ന അല്ലെങ്കിൽ നബാർഡിൽ കൊടുക്കുന്ന എന്തെങ്കിലും സബ്സിഡിയോ ഇതോ ഉണ്ടെങ്കിൽ 2 തട്ടിലായി നിൽക്കുകയുള്ളൂ, 3 തട്ട് വേണ്ട എന്നുള്ളതാണ്. കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കും ജില്ലാ ബാങ്കും സർവീസ് ബാങ്കും എന്നുള്ള 3 തട്ട് ഒഴിവാക്കിക്കൊണ്ട് 2 തട്ടിലേക്ക് എത്തുക. പരമാവധി ഒറ്റ തട്ടിലേക്ക് സർവീസ് ബാങ്കിലേക്ക് നേരിട്ട് ഇത് എത്തിക്കാൻ പറ്റുമോ എന്നാണ് നബാർഡ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ആ അടിസ്ഥാനത്തിലാണ് അമിത്ഷാ പറയുന്നത് ജില്ലാ ബാങ്കുകൾ പുനഃസംഘടിപ്പിക്കണോ. അതിൽ തെറ്റൊന്നുമില്ല, ജില്ലാ ബാങ്കുകൾ വരണം എന്നുള്ളത് തന്നെയാണ്. കേരള ബാങ്ക് അല്ല വേണ്ടത്, ജില്ലാ ബാങ്കുകൾ തന്നെയാണ്. സാധാരണക്കാരായ ജനങ്ങളുടെ ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ, ഈ പൈസ സഹകരണ ബാങ്കിൽ ഇട്ടാൽ അവൻ അതിന് ഗ്യാരണ്ടി ഉണ്ടോ? അവിടെയാണ് ഇപ്പൊ പ്രശ്നം. മുഴുവൻ തുകയ്ക്കും ഗ്യാരണ്ടി ഗവൺമെന്റ് ആണ് എന്നൊരു വിശ്വാസത്തിലാണ് സാധാരണക്കാരെ കൊണ്ടുപോകുന്നത്. ഇപ്പോ പക്ഷെ അവിടെ ഇൻഷുറൻസ് പരിരക്ഷയാണ് കൊടുക്കുന്നത്. ഡെപ്പോസിറ്റ് ഗ്യാരണ്ടി ഫണ്ട് ബോർഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇൻഷുറൻസ് പരിരക്ഷ. അത് മുമ്പ് 2 ലക്ഷം ആയിരുന്നത് ഇപ്പൊ 5 ലക്ഷത്തിലേക്ക് വർദ്ധിപ്പിച്ചു. പക്ഷെ 2 5 ഒന്നും പോരാ. ഇപ്പൊ 5 ലക്ഷമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ ഒരാളിൽ 50 ലക്ഷം ഉണ്ടെങ്കിൽ അവര് 10 സ്ഥലത്ത് പോയി 5 ലക്ഷമായിട്ട് ഇടുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവുന്നു. അങ്ങനെ 5 5 10 എന്ന് പറഞ്ഞ് ലിമിറ്റ് ചെയ്യാതെ ഒരാൾ എത്രയാണോ നിക്ഷേപിക്കുന്നത്, 1 കോടി രൂപയാണെങ്കിൽ ആ 1 കോടി രൂപയ്ക്കും സർക്കാർ ഗ്യാരണ്ടി കൊടുക്കണം. സർക്കാർ ആ പണം കൊടുക്കാൻ തയ്യാറാവണം. ഈ സംഘങ്ങളിൽ ആ തരത്തിൽ നോക്കി നടത്താനും കൂടെ സർക്കാർ മുൻകൈ എടുക്കണം എന്നുള്ളതാണ്. ആ ഗ്യാരണ്ടിയാണ് സർക്കാർ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ആ ഗ്യാരണ്ടി കൊടുത്ത് അത് നടപ്പിലാക്കുന്നതിന് പകരം ഭരണസമിതിയുടെ കാലാവധി വെട്ടിച്ചുരുക്കുക. ഇപ്പൊ 3 ടേം കഴിഞ്ഞവരെല്ലാം പ്രസിഡന്റ് സ്ഥാനത്ത് മാറുക. അങ്ങനെ മാറിയാൽ ഈ മേഖല രക്ഷപ്പെടും, നന്നാവും എന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും ഞങ്ങളാരും വിശ്വസിക്കുന്നു. അതിലൊരു ചെറിയൊരു ചോദ്യം, ഈ 3 ടേം സർക്കാർ ഇപ്പൊ ഈ കൊണ്ടുവന്ന ഈ നയം, അതിലെന്താണ് തെറ്റിരിക്കുന്നത്? നിങ്ങൾ എന്തുകൊണ്ടാണ് 3 ടേം? നിങ്ങൾ അവിടുത്തെ ഒരു മെമ്പറാണ്, ഒരു സംഘത്തിന്റെ ഒരു മെമ്പറാണ്. നിങ്ങൾക്ക് എന്തുകൊണ്ട് 3 ടേം കഴിഞ്ഞ് മത്സരിച്ചു? എന്താണ് അതിൽ ഗവൺമെന്റ് പറയുന്ന ന്യായം? അവ പറയുന്നത് സംഘങ്ങളിൽ അഴിമതി നടക്കുന്നുണ്ട്, 3 ടേമിൽ കൂടുതൽ ഇരിക്കുന്നവർ ചിലപ്പോൾ അഴിമതി നടത്തും. അപ്പോ ഞാൻ ചോദിക്കട്ടെ, ഈ ഒരു സംഘം നടത്തുന്ന ധനകാര്യ ഇതിനേക്കാൾ കൂടുതൽ അവിടുത്തെ ഒരു പഞ്ചായത്ത് നടത്തുന്നില്ലേ? ആ പഞ്ചായത്തിൽ അഴിമതി നടന്നാൽ 3 ടേം കഴിയുമ്പോൾ നിങ്ങൾ മത്സരിക്കണ്ടെന്ന് പറയൂ? ഒരിക്കലുമില്ല. അസംബ്ലിയല്ലേ കോടിക്കണക്കിന് രൂപ കൈകാര്യം ചെയ്യുന്ന അസംബ്ലിയിലെ ബഡ്ജറ്റ് ഈ കേരളത്തിലെ മുഴുവൻ സാമ്പത്തിക രംഗവും കൈകാര്യം ചെയ്യുന്നു. നാളെ ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രി, കേരളത്തിലെ ഇന്ത്യയിലെ ഒട്ടേറെ മുഖ്യമന്ത്രിമാർ കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയിൽ പ്രതികളായിട്ടുണ്ടല്ലോ. അപ്പോ ഒരു മുഖ്യമന്ത്രി പ്രതിയായി, ഒരു മന്ത്രി പ്രതിയായി, അവിടെ എല്ലാവരും 3 ടേമിൽ കൂടുതലാവുന്ന ആളുകൾ MLA ആവണ്ട, മന്ത്രി ആവണ്ട, മുഖ്യമന്ത്രി ആവണ്ട എന്ന് ഈ അസംബ്ലി തീരുമാനിക്കും, ഈ പാർലമെന്റ് തീരുമാനിക്കും. അപ്പൊ സഹകാരികളുടെ കാര്യത്തിൽ മാത്രം തീരുമാനിക്കാം. അവിടെ അസംബ്ലിയിൽ വേണ്ട, പാർലമെന്റിൽ വേണ്ട, ഞങ്ങളിരുന്ന് ഇതെല്ലാം തീരുമാനിക്കും. ഞങ്ങൾക്ക് എത്ര കൊല്ലം വേണമെങ്കിലും ഇരിക്കാം, മരണം വരെ ഇരിക്കാം. ബാക്കിയുള്ളവർക്ക് ഇതെല്ലാം ബാധകമാണ്. അതുകൊണ്ട് അവിടുത്തെ പ്രശ്നമെല്ലാം തീരും എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റിദ്ധാരണയാണ്. പല ആളുകളും അവരുടെ ജീവൻ കൊടുത്ത് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള പ്രസ്ഥാനമാണ്, അവരുടെ ജീവിതകാലം മുഴുവൻ ഇതിനു വേണ്ടി ഒഴിഞ്ഞു വെച്ചിട്ടുള്ള പ്രസ്ഥാനം. തുടക്കത്തിൽ എല്ലാ സംഘങ്ങൾക്കും ബാധകമാണെന്ന് പറഞ്ഞു. അപ്പൊ വലിയ എതിർപ്പ് വന്നു. പല മിൽക്ക് സംഘങ്ങളിലും സ്വന്തമായി പാല് കറന്ന് കൊണ്ടുപോയി കൊടുക്കുന്ന സംഘം പ്രസിഡന്റുമാരാണ് നടത്തിക്കൊണ്ടു പോകുന്നത്. അവരെല്ലാം മാറ്റണമെന്നായിരുന്നു ആദ്യം എടുത്ത തീരുമാനം. പിന്നെ അത് മാറ്റി സർവീസ് മാത്രമാക്കി. ഈ സർവീസ് മാത്രമായിട്ട് മാറ്റുന്നതിൽ എന്ത് പ്രസക്തിയാണ്? നിങ്ങൾ ഇത്ര കോടി രൂപ, 100 കോടി രൂപയിൽ കൂടുതൽ കൈകാര്യം ചെയ്യുന്നവരെല്ലാം മാറണം എന്ന് പറഞ്ഞാൽ കാര്യമുണ്ട്.
ഇതിന് രണ്ടും തട്ടായി തിരിച്ചിട്ട് ഏത് തരത്തിലാണ് ആരാണ് ഇത് ഉപദേശം കൊടുക്കുന്നതെന്ന് നമുക്കാർക്കും പിടികിട്ടുന്നില്ല. ഇപ്പോൾ തന്നെ UDF ഒരുപാട് സംഘങ്ങൾ CPM കടന്നു കയറി പിടിക്കുന്ന സിറ്റുവേഷൻ കഴിഞ്ഞ ദിവസം കോഴിക്കോട് നടന്നു. എന്താണ് CPM ഇത്രയും അത്യാവശ്യം? കേരളത്തിലെ ഭൂരിപക്ഷം സംഘങ്ങൾ അവരുടെ സാധാരണ അത് അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഗവൺമെന്റിനും CPM-നും ഈ സഹകരണ മേഖലയിലെ പ്രതിസന്ധിയെ കുറിച്ച് ഇപ്പോഴും പൂർണ്ണമായിട്ടും മനസ്സിലായിട്ടില്ല. ഇപ്പൊ ഇടുക്കിയില് ഒരു സഹകാരി സംഘത്തിന് മുമ്പിൽ ആത്മഹത്യ ചെയ്തല്ലോ. ഇതുപോലെ CPM പിടിച്ചെടുത്ത സംഘമാണ്. പിടിച്ചെടുത്ത് കഴിയുമ്പോൾ അവിടുത്തെ ജനങ്ങൾക്ക് ആ സംഘത്തോടുള്ള വിശ്വാസം നഷ്ടപ്പെടും. അവർ ഡെപ്പോസിറ്റ് വിഡ്രോ ചെയ്യും. അവിടെ പ്രതിസന്ധിയാവും. പിടിച്ചെടുത്ത പല സംഘങ്ങളും ഇന്ന് കേരളത്തിൽ ജനങ്ങൾക്ക് ഡെപ്പോസിറ്റ് കൊടുക്കാൻ പറ്റാത്ത സ്ഥിതിയാണ്. അവിടെ എല്ലാം പ്രതിസന്ധിയാണ്. ഇതൊന്നും CPM ചിന്തിക്കുന്നില്ല. അവർക്ക് എങ്ങനെയെങ്കിലും പിടിച്ചെടുക്കണം. ഒരു ഓഫീസിൽ കയറി ഇരിക്കണം. അവിടെ നിന്ന് 100 രൂപ കിട്ടാൻ പറ്റുമോ എന്ന് നോക്കണം. അവിടെ ഒരു സംഘത്തിന് വണ്ടി ഉള്ളതാണെങ്കിൽ അത് ഉപയോഗിക്കണം. ആ തരത്തിലേക്ക് അവർ മാറിയിരിക്കുന്നു. ഒരു സംഘം പിടിച്ചെടുത്താൽ എന്തോ വലിയ കാര്യം. പണ്ടും പിടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പൊ ജില്ലാ ബാങ്കുകൾ പിടിച്ചെടുക്കുന്നതിന് വേണ്ടി ടാർഗറ്റ് ചെയ്ത് എല്ലാ മുന്നണിയും പിടിച്ചെടുക്കും. ജില്ലാ ബാങ്കിന്റെ ഭരണസമിതി പിടിച്ചെടുക്കുന്നത് അത് പൊളിറ്റിക്കലാണ്. അത് കഴിയുമ്പോൾ അതങ്ങ് നിൽക്കും. പിന്നെ ആർക്കും വേണ്ട. ഇതല്ല. ഇത് എല്ലാ കാലവും പത്തനംതിട്ടയൊക്കെ പിടിച്ചെടുത്ത സംഘങ്ങളുടെ ലിസ്റ്റ് നോക്കിയാൽ പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടുണ്ട്, ആ സംഘങ്ങളെല്ലാം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊന്നും അവർ ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ ഒരു കാര്യം. ഇപ്പൊ തന്നെ ഇപ്പൊ കണ്ടള ഉൾപ്പെടെ കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് ഓഡിറ്റിംഗ് ഒന്ന് ക്ലിയർ അല്ലാത്തത് കൊണ്ടാണോ ഇങ്ങനത്തെ ഈ സ്കാമുകളെല്ലാം ഉണ്ടായിട്ടുള്ളത്? അല്ലെങ്കിൽ അവർ ഒരുപാട് പൈസ അവർ കൊണ്ടുപോയി എന്നൊക്കെ പറയപ്പെടുന്നുണ്ടല്ലോ. അത് പൊളിറ്റിക്കലായി അവര് കുറെ ഓഡിറ്റർമാരെയൊക്കെ സ്വാധീനിച്ച് കുറെ കാര്യങ്ങൾ കുറെ കാലം ചെയ്യാൻ പറ്റും. പക്ഷെ കണ്ടലയിലൊക്കെ സംഭവിച്ചത് ഞാൻ മനസ്സിലാക്കിയിടത്തോളം അവിടെ മൂല്യശോഷണം വരെയാണ്. ഡെപ്പോസിറ്റിൽ വരുന്ന ശോഷണമാണ് മൂല്യശോഷണം. ഇപ്പൊ നമുക്ക് ഒരു സംഘത്തിൽ 100 കോടി രൂപ ഡെപ്പോസിറ്റ് ഉണ്ട്. ആ സംഘത്തില് തിരിച്ചടവ് വരുന്ന ലോണ് 10 കോടിയോ 20 കോടിയോ ഉണ്ടെങ്കിൽ 100 കോടി രൂപയ്ക്ക് 1 കോടി രൂപ ഒരു മാസം പലിശ കൊടുക്കണം. ആ സ്ഥാനത്ത് ആ സംഘത്തിൽ വരുന്ന പലിശ ആകെ 10-20 ലക്ഷം രൂപയായിരിക്കാം. അപ്പോ ഡെപ്പോസിറ്റിൽ നിന്ന് എടുത്ത് പലിശ കൊടുക്കേണ്ടി വരും. അങ്ങനെ ഡെപ്പോസിറ്റിൽ നിന്ന് എടുത്ത് പലിശ കൊടുക്കുക, ഡെപ്പോസിറ്റിൽ നിന്ന് എടുത്ത് ശമ്പളം കൊടുക്കുക. അതിന്റെ മാനേജ്മെന്റിന്റെ പ്രശ്നങ്ങളും കുറെ ഉണ്ടാവാം. കുറെ സംഘങ്ങളിൽ അത്തരത്തിൽ സംഭവിച്ചിട്ടുണ്ട്. അതൊക്കെ കൃത്യമായ സർക്കാരിന്റെയും ഓഡിറ്റർമാരുടെയും ഇടപെടലിന്റെ ഒരു പ്രശ്നം ആ കാര്യത്തിലുണ്ട്. പക്ഷെ ജനങ്ങളുടെ ധാരണ ഇപ്പോഴും പ്രസിഡന്റ് അല്ലെങ്കിൽ അവരുടെ ഭരണസമിതി എല്ലാം ഒന്നാകെ എടുത്തുകൊണ്ട് പോയി എന്നുള്ളൊരു ധാരണയാണല്ലോ ഉള്ളത്. അത് അങ്ങനെ ചില സ്ഥലങ്ങളിൽ അങ്ങനെ നടന്നിട്ടുണ്ടാവാം. ഞാനത് അങ്ങനെ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നില്ല. അങ്ങനെയൊന്നും ഒന്നാകെ എടുത്തുകൊണ്ട് പോകാനൊന്നും സാധിക്കില്ല. പിന്നെ കുറച്ച് ബിനാമി ലോണുകൾ അങ്ങനെയൊക്കെ ചിലപ്പോൾ ഉണ്ടാവാം. അല്ല ഒന്നാകെ അങ്ങനെ എടുത്തോണ്ട് പോയിട്ടുണ്ട് എന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അതൊക്കെ തിരിച്ച് വീണ്ടെടുക്കാവുന്നതാണ്. അങ്ങനെ ഒന്നായി എടുത്തോണ്ട് പോയാൽ തന്നെയും അവിടെ പാവപ്പെട്ട ആളുകളിട്ട് ഡെപ്പോസിറ്റർ അവരെന്ത് ഉപയോഗിച്ച് അവർക്ക് മാതിരി കൊടുക്കണ്ടേ? അതിന്റെ ഉത്തരവാദിത്വം ഈ ഗവൺമെന്റ് ഏറ്റെടുക്കണ്ടേ? എങ്കിലല്ലേ അവർ വീണ്ടും നിക്ഷേപം നടത്തും മറ്റൊരാള്. സഹകരണ ബാങ്കുകളെ വിശ്വസിച്ച് ഇനി പൈസ ഇടാമോ? തീർച്ചയായിട്ടും പണം ഇടാം. പക്ഷേ ആ പണം ഇടുമ്പോ നമ്മൾ ഇടുന്ന ബാങ്കുകളെ ഒന്ന് ശ്രദ്ധിക്കുകയും വേണം എന്നുള്ളതാണ്. എല്ലാ ബാങ്കുകളും ചില സംഘങ്ങളുണ്ട്. നിങ്ങൾ ഒരു ബാങ്കിൽ ആ ബാങ്ക് ഗവൺമെന്റ് തീരുമാനിച്ച പലിശ 9.25%, 9% ആ ബാങ്ക് 10% കൊടുക്കാം, 11% കൊടുക്കാം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ ബാങ്കിനെ സൂക്ഷിക്കണം. ഇവിടെ പല സ്വകാര്യ സ്ഥാപനങ്ങളും ഉണ്ടല്ലോ, ഞാൻ പേരെടുത്ത് പറയുന്നില്ല. പേര് പറഞ്ഞാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഇപ്പൊ ബോബി ചെമ്മന്നൂരായാലും മുത്തൂറ്റായാലും അവർ നിധി ഇതായാലും അവരൊക്കെ 11, 12, 13% പലിശയാണ് കൊടുക്കുന്നത്. എവിടെന്നാ കൊടുക്കുന്നത്? ചില മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കുകളൊക്കെ 18% വരെ കൊടുക്കുന്നു. അതെ, അത് ആ 18 കൊടുക്കുന്നതൊക്കെ നിക്ഷേപത്തിൽ നിന്ന് എടുത്ത് കൊടുക്കുന്നതാണ്. ഈ 12, 13, 18% ലാഭമുണ്ടാക്കാനുള്ള യാതൊരു തരത്തിലുള്ള ലോണില്ല. അപ്പൊ നിക്ഷേപത്തിൽ നിന്ന് എടുത്ത് കൊടുക്കാൻ. അപ്പൊ കൂടുതൽ പലിശ നിങ്ങൾ എവിടെ കൊടുക്കുമെന്ന് പറഞ്ഞോ അവിടെ നിങ്ങൾക്ക് പലിശ മാത്രമേ കിട്ടൂ, മുതല് കിട്ടില്ല. അത് നിങ്ങൾ സൂക്ഷിച്ചോ. അത് സഹകരണ മേഖലയായാലും സ്വകാര്യ മേഖലയില് ഇപ്പോ പിന്നെ മൾട്ടി സ്റ്റേറ്റുകൾ അതുപോലെ അല്ലാത്ത കമ്പനികൾ
അവരെല്ലാം 13-14% പുറമെ ഈ ഡെപ്പോസിറ്റ് പിടിക്കുന്ന ആളിന് 1% കമ്മീഷൻ, പിന്നെ അവിടുത്തെ ജീവനക്കാരെയും കൊണ്ട് ടൂറ് പോകുന്നു. അങ്ങനെ വളരെ ലാവിശായി അവർ ചെലവഴിച്ചുകൊണ്ടിരിക്കുക. അവിടെയൊക്കെ നിക്ഷേപിച്ച ആളുകള് അവർക്ക് കുറെ നാൾ പലിശ കിട്ടും, മുതല് കിട്ടുമെന്ന് എനിക്ക് വലിയ വിശ്വാസമൊന്നും എനിക്കില്ല. ഫ്യൂച്ചറിൽ അവിടെ കുറെ പ്രതിസന്ധി വരാൻ തീർച്ചയായും ഉണ്ട്. സഹകരണ മേഖലയിൽ രൂപീകരിക്കുകയും പിന്നെ സർക്കാർ ഏറ്റെടുക്കുകയും ചെയ്ത 2 മെഡിക്കൽ കോളേജുകളാണല്ലോ. ഒന്ന് ശ്രീ MBR രൂപം കൊടുത്ത പരിയാരം മെഡിക്കൽ കോളേജും ക്യാപ്പിന്റെ കീഴിൽ വന്ന കൊച്ചി സഹകരണ മെഡിക്കൽ കോളേജും. സഹകരണ മേഖല അത്യാവശ്യം നല്ല രീതിയിൽ ഓടിക്കൊണ്ടിരുന്ന ഈ 2 മെഡിക്കൽ കോളേജുകളും സർക്കാർ ഏറ്റെടുത്തതിനു ശേഷം വളരെ ശോചനീയമായ അവസ്ഥയിലേക്ക് പോകുന്നു എന്നാണ് റിപ്പോർട്ടുകളും പല കോണിൽ നിന്നും പരാതികളെല്ലാം വരുന്നുണ്ട്. അതില് പരിഹാരത്തിന്റെ കാര്യം പറഞ്ഞാൽ, പരിഹാരം മെഡിക്കൽ കോളേജ് തുടങ്ങിയപ്പോൾ ഇത് MV രാഘവന്റെ സ്വകാര്യ സ്വത്താണെന്നും ഇത് സഹകരണമല്ലെന്നും പറഞ്ഞ് പ്രചരിപ്പിച്ച് കേരളത്തിൽ മുഴുവൻ പ്രക്ഷോഭമുണ്ടാക്കി സ്വകാര്യ മേഖലയ്ക്കെതിരെ വൻ പ്രക്ഷോഭം അഴിച്ചുവിട്ടാണ് അന്ന് ഇടതുപക്ഷം അതിനെതിരായിട്ട് പ്രതികരിച്ചത്. അതെ, ആ മെഡിക്കൽ കോളേജ് അതിനെ സംബന്ധിച്ച് പഠിക്കുന്നതിന് വേണ്ടി മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് പ്രതിനിധി സംഘം പരിയാരം മെഡിക്കൽ കോളേജിൽ വന്നിട്ടുണ്ട്. ഞാനൊക്കെ അവിടെ അതിന്റെ ബോർഡ് മെമ്പറായിരുന്നപ്പോൾ ഒരു മാതൃകയായിരുന്നു ആ സ്ഥാപനം. അതിന് ഒരു മെമ്പർഷിപ്പ് പോലും ഇല്ലാത്ത അവിടെ MV രാഘവന്റെ സ്വകാര്യ സ്വത്താണെന്ന് പറഞ്ഞ് ആക്ഷേപിച്ചിരുന്നവര് അതിനെ ബലമായി ഗുണ്ടകളെ ഉപയോഗിച്ച് പിടിച്ചെടുത്ത് അവിടെ ഭരണം നടത്തി. അപ്പൊ അവർ വിചാരിച്ചു അവിടെ ഭരണം നടത്തിക്കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമാണെന്നാണ്. 100 കണക്കിന് ആളുകളെ, പിൻവാതിലിൽ വന്ന ആളുകളെ അവിടെ സ്ഥിരപ്പെടുത്തി സ്റ്റാഫാക്കി. അപ്പൊ അവർക്ക് ശമ്പളം കൊടുക്കാൻ നിവൃത്തിയില്ലാതെ വലിയ പ്രതിസന്ധിയിലേക്ക് പോയി. പുതിയ കുട്ടികളെ അഡ്മിഷൻ എടുക്കാൻ പറ്റാത്ത സ്ഥിതിയായി. അപ്പോഴാണ് കുട്ടികളുടെ സമരവും കൂടെ ആയപ്പോൾ എന്നാൽ സർക്കാർ ഏറ്റെടുത്തവരെല്ലാം പ്രൊട്ടക്ട് ചെയ്യും എന്ന് പറഞ്ഞു. സർക്കാർ ഏറ്റെടുത്തു എന്ന് പറയുന്ന അല്ലാതെ അത്രയും വലിയൊരു ബാധ്യത കൂടെ സർക്കാരിന് ഏറ്റെടുക്കാൻ പറ്റാത്ത സ്ഥിതിയാണ്. സർക്കാരിന് ഇപ്പോൾ ഉള്ള മെഡിക്കൽ കോളേജുകളിൽ പോലും നേരെ കൊണ്ടുപോകാൻ പറ്റാത്ത സ്ഥിതിയിൽ ആ പരിയാരം മെഡിക്കൽ കോളേജിന്റെ ബാധ്യത കൂടെ എങ്ങനെ ഏറ്റെടുക്കും? അതിനെ നശിപ്പിച്ച് കളയാൻ വേണ്ടിയാണ് ശ്രമിച്ചത് എന്നുള്ളതാണ് വെറും രാഷ്ട്രീയപരമായ കാര്യം. എന്നിട്ട് ഇതിന് MV രാഘവന്റെ പേര് കൊടുക്കാൻ പോലും ഇന്ന് വരെ ഈ ഗവൺമെന്റ് തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ. അതുപോലെ ഇതേ സ്ഥാനത്ത് അന്ന് MVRനെ എതിർത്തവർ സ്വകാര്യ മേഖല ആണ്, സഹകരണ മേഖല എന്ന് പറയുന്നത് സ്വകാര്യ മേഖലയാണെന്ന് പറഞ്ഞവർ അവരുടെ നേതൃത്വം കൊടുത്താണ് കൊച്ചിയിലെ മെഡിക്കൽ കോളേജിന് തുടക്കം കുറിച്ചത്. അതും MVR ഇരുന്നപ്പോഴാണ് അതും പൂർത്തീകരിച്ച് അവിടെ അഡ്മിഷൻ തുടങ്ങിയത്. ആ കോളേജും ഇന്ന് നശിപ്പിച്ചു. ശമ്പളം കൊടുക്കുന്നില്ല, കുട്ടികളുടെ ഫീസ് ഘടനയെക്കുറിച്ച് ഒരു ധാരണയുമില്ല, എങ്ങനെയാണ് എന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ചൊക്കെ ഓരോ തവണയും അവ്യക്തതയാണ്. ആ തരത്തിൽ ഈ 2 കോളേജുകളെ നശിപ്പിച്ചു. ഇപ്പൊ കുറച്ച് എഞ്ചിനീയറിംഗ് കോളേജുകൾ ക്യാപ്പിന്റെ കീഴിലുണ്ട്. അതിന്റെ സ്ഥിതി എന്താവും എന്ന് ഇനി വരുന്ന, കാരണം പല സ്ഥലങ്ങളിലും 50% പോലും കുട്ടികൾ ആ എഞ്ചിനീയറിംഗ് കോളേജിൽ വരുന്നില്ല. കുറച്ചു നാൾ കഴിയുമ്പോൾ അതിന്റെ സ്ഥിതിയും എന്താവും എന്ന് നമുക്ക് കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യം. MBRനെ കുറിച്ച് പറയുകയാണെങ്കിൽ കേരളത്തിൽ സഹകരണ മേഖലയുടെ ടേണിംഗ് ഉണ്ടാക്കിയൊരു സഹകരണ മേഖല ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, ജില്ലാ ബാങ്കുകൾക്ക് സാധാരണ ജനങ്ങൾക്ക് ജില്ലാ ബാങ്കുകളിലേക്ക് ഡയറക്റ്റ് എൻട്രി ഇല്ലായിരുന്നു. അതുപോലെ തന്നെ സർവീസ് ബാങ്കുകൾ പണ്ട് ഒരാൾക്ക് 1 ലക്ഷം രൂപ കൊടുക്കുമ്പോൾ വാങ്ങിയിരുന്നത് 10,000 രൂപയാണ് ഷെയർ, 10%. അത് പിന്നെ 5%, അതിനെ 1% മാറ്റി. വലിയൊരു മാറ്റമാണ്. അതായത് 10 ലക്ഷം രൂപ കൊടുക്കുന്ന എടുക്കുന്ന ഒരാള് 1 ലക്ഷം രൂപ വരെ ഷെയർ കൊടുത്തോണ്ടിരുന്ന സ്ഥാനത്ത് വെറും 10,000 രൂപ മാത്രം ഷെയർ കൊടുത്താൽ മതി എന്നൊരു നിയമ ഭേദഗതി ചെറിയ കാര്യമല്ല. അതുപോലെ സംഘങ്ങളെ സംബന്ധിച്ച് പണ്ട് രജിസ്ട്രേഷൻ ചാർജ് എന്ന് പറഞ്ഞാൽ ഒരു പ്രമാണം വാങ്ങിച്ചു വെച്ചാൽ സബ് രജിസ്ട്രാർ ഓഫീസിൽ കൊണ്ടുപോയി രജിസ്റ്റർ ചെയ്യണം. അന്ന് 5-6% രജിസ്ട്രേഷൻ ഫീ വാങ്ങിച്ചോണ്ടിരുന്നത്. അതും ഈ പാവപ്പെട്ട ആളുകൾ തന്നെ കൊടുക്കണം. ആ രജിസ്ട്രേഷൻ ചാർജ് പൂർണ്ണമായിട്ട് ഒഴിവാക്കി വെറും 250 രൂപ മാത്രം മുടക്കി ഗഹാൻ രജിസ്ട്രേഷൻ സഹകരണ മേഖലയിൽ കൊണ്ടുവന്നു. ഈ 2 മാറ്റമാണ് സഹകരണ മേഖലയിൽ അടിസ്ഥാനപരമായി വലിയ മാറ്റം സൃഷ്ടിച്ചത്
എന്ന് ആർക്കും പറയാൻ സാധിക്കും. ആ 10% 1% കൊണ്ടുവരിക, ഗഹാൻ നടപ്പിലാക്കുക, ജില്ലാ ബാങ്കുകൾ ഡയറക്റ്റായി ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കുക ഒന്നും ചെറിയ കാര്യങ്ങളല്ല. അത്രയും ഒരു സഹകരണ മേഖലയിൽ വിപ്ലവം സൃഷ്ടിച്ചു. ജീവനക്കാർക്ക് വേണ്ടി പെൻഷൻ ബോർഡ്, വെൽഫെയർ ബോർഡ്, ഡെവലപ്മെന്റ് ബോർഡ്, അങ്ങനെ തുടങ്ങിയ ബോർഡുകൾ രൂപീകരിച്ചു. ഒരു വലിയ പ്രസ്ഥാനമാക്കി, കോയിൻസ്, അങ്ങനെ ഒരു വലിയ പ്രസ്ഥാനമാക്കി മാറ്റുകയാണ്. വിഴിഞ്ഞത്തിന്റെ ഒരു ശില്പിയാണ് ശ്രീ. അതെ 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 രാഘവൻ. അത് പോർട്ടുമായി ബന്ധപ്പെട്ട പോർട്ട് ബിഹാറിന്റെ കൈ കിട്ടിയപ്പോഴാണ് വിഴിഞ്ഞം എന്ന് പറയുന്ന കേരളത്തിന്റെ സ്വപ്ന പദ്ധതിക്ക് തുടക്കം കുറിച്ചത് തന്നെ MBR. ഇപ്പം കേരളത്തിന്റെ ഈ സഹകരണ മേഖലയിൽ വലിയ രീതിയിൽ സംഭാവന ചെയ്ത 2 സ്ഥാപനങ്ങളാണല്ലോ. ഒന്ന് ലാഡം, മറ്റൊന്ന് ഊരാളുങ്കൽ സൊസൈറ്റി. എങ്ങനെയാണ് ഇപ്പൊ ഇവരുടെ കേരളത്തിലേക്ക് ഇവർ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ കേരളത്തിന്റെ ഭാവിയിൽ അവർ എന്തൊക്കെ ചെയ്യുന്നു, അത് കേരളത്തിന്റെ ഈ എക്കണോമിയുടെ നട്ടലായി ഇവർ മാറിയതിനെ കുറിച്ചൊക്കെ ഒന്ന് പറയാം. അതില് ഊരാളുങ്കലും ലാഡറും രണ്ടും രണ്ടായി കാണും. ഊരാളുങ്കൽ എന്ന് പറയുന്നത് വർഷങ്ങളായി കേരളത്തിൽ പ്രവർത്തിക്കുന്ന സംഘം. അത് കേരളത്തിൽ ഇപ്പൊ എല്ലാ മേഖലയിലേക്കും അത് കടന്നു കയറി. ആദ്യം IT രംഗത്ത് വന്നു, പിന്നെ കൺസ്ട്രക്ഷൻ രംഗത്തേക്ക് പോയി. ഇന്ന് റോഡുകള്, പാലങ്ങള്, കെട്ടിടങ്ങള്, പിന്നെ അങ്ങനെ തുടങ്ങി എല്ലാ മേഖലയിലേക്കും ഊരാളുങ്കൽ പോയി. 1000 കോടിയും 10,000 കോടി രൂപയുടെ വർക്ക് എന്ന് പറയുന്ന ഊരാളുങ്കലിന് ഒന്നുമല്ല. വലിയ വലിയ കോൺട്രാക്ടർമാർ ചെയ്തുകൊണ്ടിരുന്ന ജോലി ഇന്ന് ഊരാളുങ്കൽ ചെയ്യുകയാണ്. ആ തരത്തിലേക്ക് ഒരു സംഘം മാറുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. അപ്പോ അത്രയും വർഷത്തെ പാരമ്പര്യമുള്ള ആ സംഘത്തിനാണ് അത് സാധിച്ചത്. ലാഡർ എന്ന് പറഞ്ഞാൽ ലാഡറിന്റെ രൂപീകരിച്ച് വന്നിട്ട് ഏതാണ്ട് 10-20 കൊല്ലമേ ആയിട്ടുള്ളൂ. ആ 20 കൊല്ലം കൊണ്ടുള്ള ലാഡറിന്റെ വളർച്ച അതും വളരെ അസൂയാവഹമായ രീതിയിലുള്ള കാരണം സപ്ത എന്ന് പറയുന്ന 5 സ്റ്റാർ ഹോട്ടൽ, തിരുവനന്തപുരത്തെ ടെറസ്, കോഴിക്കോട് ടെറസ്, മഞ്ചേരിയിലെ മാള്, പിന്നെ ഇപ്പോ കായംകുളത്ത് പുതിയ മാള് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ കോൺട്രാക്ട് വർക്കുകൾ ചെയ്യുന്നു, തിയേറ്റർ നടത്തുന്നു, തിയേറ്റർ സമുച്ചയങ്ങള്. അപ്പൊ അത് രണ്ടും ആ കേരളത്തിനൊരു ഒരു മാതൃകയായി മറ്റ് സംഘങ്ങൾക്ക് എടുക്കാവുന്ന തരത്തിലേക്ക് ഇത് മാറി എന്നുള്ളതാണ്. രണ്ടും കേരളത്തിലെ സത്യത്തിലെ പുതിയ സഹകാരികൾ പഠിക്കേണ്ട കാര്യമാണ്. ഈ 2 സംഘവും പഠിച്ചിട്ട് വേണം മുന്നോട്ട് പോകാൻ. എങ്ങനെ നമുക്ക് സഹകരണ മേഖലയെ തിരിച്ചു കൊണ്ടുവരാനുള്ള നടപടികൾ താങ്കളുടെ സഹകരണ മേഖലയെ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കണമെങ്കിൽ അവിടെ ഗവൺമെന്റും പ്രതിപക്ഷവും സഹകാരികളും എല്ലാവരും ഒറ്റക്കെട്ടായി ശ്രമിക്കണം. ജനങ്ങളുടെ വിശ്വാസമാണ്. ആ വിശ്വാസം സംരക്ഷിച്ചാൽ മാത്രമേ സഹകരണ മേഖലയ്ക്ക് തിരിച്ചു വരാൻ സാധിക്കൂ. ജനങ്ങളുടെ വിശ്വാസം സംരക്ഷിക്കണമെങ്കിൽ അവർ നിക്ഷേപിച്ച പണം തിരികെ കൊടുക്കണം. അത് കൊടുക്കുമെന്ന് പ്രഖ്യാപിച്ചാൽ മാത്രം പോരാ, അത് കൊടുക്കണം. അത് കിട്ടിയാൽ മാത്രമേ ജനങ്ങൾക്ക് ഈ സഹകരണ മേഖലയോട് വിശ്വാസം വരും. പിന്നെ അത് ഒന്നാമത്തെ കാര്യം, അത് വിശ്വാസം വീണ്ടെടുക്കുക. 2, ഈ കേരള ബാങ്ക് ഉണ്ടാക്കി, നമ്മളെല്ലാവരും അതിനെതിരായിരുന്നു. പഴയ ജില്ലാ ബാങ്കുകൾ പുനഃസ്ഥാപിക്കണം എന്ന മട്ടിൽ തന്നെയായിരുന്നു. ആ കേരള ബാങ്ക് ഉണ്ടാക്കിയത് വീണ്ടും ജില്ലാ ബാങ്കായി പുനഃസംഘടിപ്പിക്കാൻ പറ്റുമോ എന്നാണ് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് വീണ്ടും വന്നാൽ, അല്ലെങ്കിൽ UDFന്റെ ഗവൺമെന്റ് വീണ്ടും വന്നാൽ. കാരണം ഈ ഗവൺമെന്റിന് പോലും അത് ചെയ്യാൻ ആലോചിക്കാവുന്നതാണ്. പക്ഷെ അവർ വാശിയിലാണ്. കാരണം കേരള ബാങ്ക് ഉണ്ടാക്കിയത് എന്തോ ഒരു വലിയ കാര്യമാണ് എന്നുള്ള മട്ടിലാണ്. അടുത്ത UDFന്റെ ഗവൺമെന്റ് വന്നാൽ ആദ്യം നമ്മൾ ചിന്തിക്കുന്നത് ഈ ജില്ലാ ബാങ്കുകളെ പുനഃസംഘടിപ്പിക്കാൻ പറ്റുമോ, വീണ്ടും തിരികെ കൊണ്ടുവരാൻ പറ്റും. അത് പറ്റിയില്ല എങ്കിൽ സർവീസ് ബാങ്കിനും മറ്റ് സംഘങ്ങൾക്കും ഒരു അപ്പെക്സായി ഒരു ജില്ലാ തലത്തിൽ ഒരു സംഘം രൂപീകരിച്ചുകൊണ്ട് അവരുടെ കാര്യങ്ങൾ പ്രൊട്ടക്ട് ചെയ്യാൻ നമ്മൾ ശ്രമിക്കും. അതൊന്ന്. 2, ഇന്ന് ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരൻ കേരളത്തിലെ സഹകരണ ബാങ്കിലേക്ക് വരുന്നുണ്ടോ? ഇല്ല. എത്രയോ കാലമായി സഹകരണ രംഗം ശക്തിപ്പെടുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു ATM കാർഡ് കൊടുക്കാൻ സഹകരണ മേഖലയ്ക്ക് കഴിയുന്നുണ്ടോ? കേരള ബാങ്ക് ഇത്രയും 75,000 കോടി രൂപ നിക്ഷേപമുള്ള കേരള ബാങ്കിന് ഒരു ക്രെഡിറ്റ് കാർഡ് കൊടുക്കാൻ ഇന്ന് വരെ കഴിയുന്നു. അവിടെ ATM കാർഡുണ്ട്. ഒരു ക്രെഡിറ്റ് കാർഡ് ഇന്ന് വരെ കൊടുക്കാൻ കഴിയുന്നുണ്ട്? ഇല്ല. വെറും 5,000-10,000 കോടി രൂപ
മാത്രം നിക്ഷേപമുള്ള ബാങ്കുകൾ പോലും ക്രെഡിറ്റ് കാർഡും ഡെബിറ്റ് കാർഡും എല്ലാം കൊടുക്കുകയാണ്. അതെ. ആ കേരള ബാങ്കിന് ഇന്ന് വരെ ഒരു ക്രെഡിറ്റ് കാർഡ് കൊടുക്കാൻ സാധിക്കുന്നില്ല. നമ്മുടെ ബാങ്കിൽ ഇപ്പൊ തിരുവനന്തപുരത്ത് പട്ടം സർവീസ് ബാങ്കിൽ നിക്ഷേപിച്ച ഒരാൾക്ക് കാസർഗോഡ് ചെന്ന് കാസർഗോഡ് സർവീസ് ബാങ്കിന്റെ ATM നിന്ന് ഇവിടെ കിടക്കുന്ന പണം വിഡ്രോ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ചെയിൻ ഉണ്ടാക്കിയെടുക്കാൻ എന്തുകൊണ്ട് നമുക്ക് സാധിക്കുന്നില്ല? അതെ, ഇതുവരെ നമുക്ക് സാധിക്കുന്നില്ല എന്നുള്ള ഏറ്റവും നിരാശാജനകമാണ്. അതാണ് ഏറ്റവും വലിയ പരാജയം. അത് മാറ്റിയെടുത്തുകൊണ്ട് മോഡേണൈസ് ചെയ്തുകൊണ്ട് ജനങ്ങളുടെ വിശ്വാസം ആർജിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ മാത്രമേ സഹകരണ മേഖലയ്ക്ക് ഇനി വീണ്ടും പ്രസക്തിയുള്ളൂ എന്നുള്ളതാണ്. വളരെ നന്ദി ഇത്രയും നേരം കാര്യങ്ങൾ സംസാരിക്കുന്നത്. ശരി, ഓക്കെ, നന്ദി.